ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെവോപ്സ് എങ്ങനെ പഠിക്കാമെന്നാണ്. ഡെവോപ്സ് എന്താണ്, അതുപോലെ തന്നെ ഡെവോപ്സിൽ വരുന്ന ടൂൾ എന്താണ്, ഗിറ്റ് എന്താണ്, അതുപോലെ തന്നെ ജെങ്കിൻസ് എന്താണ്, കുബർനെറ്റ് എന്താണ്, ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ആയിട്ട് ഈ ഒരു ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരാം. അവിടെ ഞാൻ എന്താണ് ഈ ടൂളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ടൂളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ കുറേ വീഡിയോസ് വേണ്ടി വരും. കാരണം ഓരോ ടൂൾ തന്നെ അത്രയും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഗിറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഗിറ്റിനെ കുറിച്ച് തന്നെ നല്ല വലിയൊരു സീരീസ് തന്നെ തുടങ്ങേണ്ടി വരും. കാരണം അത്രയും ഗിറ്റിൽ പഠിക്കാനുണ്ട്. ജെങ്കിൻസ് ആയാലും അതുപോലെ തന്നെ കുബർനെറ്റ് ആയാലൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ ലേൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഇതിന് പറ്റിയ കുറച്ച് റിസോഴ്സസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഉടുമി വഴി പഠിക്കലാണ്. ഉടുമി വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കോഴ്സ് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഉടുമിയിൽ ഡെവോപ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത ശേഷം ഫിൽറ്ററിൽ പോയിട്ട് നിങ്ങൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഡെവോപ്സ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഉടുമി നല്ല കോഴ്സ് തന്നെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഷെയർ സ്കില്ലാണ്. ഷെയർ സ്കില്ലിൽ നമുക്ക് 1 മാസം വരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്, ട്രയൽ സബ്സ്ക്രിപ്ഷൻ. ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡെവോപ്സ് പഠിക്കാം. ഡെവോപ്സ് മാത്രമല്ല മറ്റേത് IT സ്കില്ലും നിങ്ങൾക്ക് അവിടുന്ന് 1 മാസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഡെവോപ്സ് പഠിച്ചെടുക്കാൻ പറ്റും. യൂട്യൂബിലൂടെ ഇംഗ്ലീഷ് ചാനലുണ്ട്, മലയാളം ചാനലുണ്ട്, അതുപോലെ തന്നെ തമിഴ് ചാനലുണ്ട്, ഹിന്ദിയുണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് മനസ്സിലാവുന്നത് ആ ഒരു ലാംഗ്വേജിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും പഠിച്ചെടുക്കാവുന്നതാണ്. അതായത് ഡെവോപ്സ് എന്ന് പറഞ്ഞിട്ട് A to Z ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നില്ല. ഓരോ ടൂളിനെ വെച്ചിട്ട് എന്തായാലും പഠിപ്പിച്ച് തരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ജെൻകിൻസ് ആണ് വേണമെങ്കിൽ ജെൻകിൻസ് ട്യൂട്ടോറിയൽ നിന്ന് പഠിച്ചടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുബർനെറ്റിൻ്റെ വീഡിയോസ് ആണ് വേണമെങ്കിൽ കുബർനെറ്റിൻ്റെ വീഡിയോസിൽ നിന്ന് പഠിച്ചടിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ഡെവോപ്സിൽ ടൂൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അറിയണമെങ്കിൽ ഡെവോപ്സ് ടൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യണമെന്നുള്ള എൻ്റെ റിസൾട്ട് വരും. അതായത് ഡെവോപ്സിൻ്റെ A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് എഡുറേക്ക അതുപോലെ തന്നെ സിംപ്ലി ലേൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ലോങ് ആണ്. 10-12 മണിക്കൂറൊക്കെയുള്ള വീഡിയോസാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതും വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് കുറേ തിയറി ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡെവോപ്സ് അതായത് IT ഫീൽഡ് എന്ന് പറയുന്നത് തിയറി അല്ല, അത് പ്രാക്ടിക്കലാണ്. അതുപോലെ തന്നെ ഇവർ പഠിപ്പിക്കുന്നത് അധികം തിയറി ആയതുകൊണ്ട് തന്നെ ഈ ആദ്യം വരുന്നവർക്ക് അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ടൂളായിട്ട് പഠിക്കാൻ നോക്കുക. ഈ ഒരു ലോങ് വീഡിയോ നോക്കണ്ട, അതായത് ഷോർട്ട് വീഡിയോ ആയിട്ടുള്ള സീരീസ് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. ഇവർ തിയറി ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലോഗിലൂടെയും പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ജെൻകിൻസ് വേണമെങ്കിൽ ജെൻകിൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലോഗ് വഴിയും സെർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു 4 റിസോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പല രീതിയിൽ പഠിക്കാൻ പറ്റും. ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് ക്വാറയിലൂടെ പഠിക്കാം, റെഡിറ്റിലൂടെ ഒക്കെ പഠിക്കാൻ പറ്റും. ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ, അതായത് ക്വാറ, റെഡിറ്റ്, FB ഗ്രൂപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നോക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇതൊക്കെ.